ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച്, അതായത് കിച്ചണിൽ എവിടെയാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഏരിയകളിലാണ് കൊടുക്കേണ്ടത്, പിന്നെ അത് മാത്രമല്ല ഡി ബിയിലേക്ക് ഏതൊക്കെ വയറുകളാണ് വലിക്കേണ്ടത്, സെപ്പറേറ്റ് വയർ വേണോ എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഡി പി സ്വിച്ച്, അതായത് മോട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 32 ഓംസിൻ്റെ ഡി പി സ്വിച്ചാണ് കൊടുക്കുന്നത്. അതായത് ന്യൂട്രും ഫേസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡി പി സ്വിച്ചാണ് കൊടുക്കുന്നത്. അത് സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കിണർ വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയകളിലാണെങ്കിൽ നമ്മൾ മോട്ടർ അടിച്ച്, അതായത് നല്ല വെള്ളമായിരിക്കും അത്യാവശ്യം കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കും. ടാങ്കിലെ വെള്ളം നമ്മൾ കഴുകുന്നതിനും പാത്രം കഴുകുന്നതിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കിണർ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടർ അടിച്ച് നല്ല വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സിങ്കിൻ്റെ കണക്ഷൻ. അതുമാത്രമല്ല, എന്തെങ്കിലും വെള്ളം പെട്ടെന്നൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സിങ്കിൻ്റെ ഏരിയയിലാണെങ്കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ സിങ്കിൻ്റെ ഏരിയയിൽ തന്നെ നനയാത്ത രീതിയിലുള്ള ഏരിയയിലേക്ക് മാറ്റി നമ്മൾ ഡി പി സ്വിച്ച് സാധാരണ കൊടുക്കും. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 32 ഓംസിൻ്റെ ഡി പിയിലേക്ക് വരുന്ന മെയിൻ സർക്യൂട്ട് ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് സർക്യൂട്ട് തന്നെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം പുറത്ത് മോട്ടർ എന്ന് പറയുന്നത് ഔട്ട് സൈഡിൽ കിടക്കുന്ന മോട്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ ട്രിപ്പ് ആവാനും എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മൊത്തം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെപ്പറേറ്റ് അല്ലാതെ ഒരു സർക്യൂട്ട് എടുത്തതെങ്കിൽ ആ മൊത്തം പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് മെയിൻ സംഭവം ഏറ്റവും ആദ്യം ഡി ബിയിൽ നിന്ന് തന്നെ ഫേസും ന്യൂട്രും സെപ്പറേറ്റ് കണക്ഷൻ കൊണ്ടുവരിക, സെപ്പറേറ്റ് സർക്യൂട്ട് കൊണ്ടുവന്ന് മോട്ടറിന് വേണ്ടി സെപ്പറേറ്റ് സർക്യൂട്ട് മാറ്റി കൊടുക്കുക. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന സബ്മേഴ്സിബിളാണ്, അതായത് വെള്ളത്തിൽ കിണറിൽ ഇറക്കിയിടുന്ന മോട്ടറുകളാണ് കൂടുതൽ എർത്ത് ലീക്കേജ് കറണ്ട് ഉണ്ട് എന്ന് കമ്പനി തന്നെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ ELCB അല്ലെങ്കിൽ RCCB ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സെപ്പറേറ്റ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ആ MCB ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാം. അതുവരെ നമുക്ക് ട്രിപ്പിംഗ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ട്രിപ്പിംഗ് ഒന്നും സംഭവിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് വെള്ളവും വെളിച്ചവും കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാൻ പറ്റും. അതല്ലെങ്കിൽ മൊത്തം ഈ പറയുന്ന ലിങ്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം കറണ്ട് പോകുന്ന ട്രിപ്പായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഡി പി സ്വിച്ച് നമ്മൾ കൊടുത്തു. അതിലേക്ക് വരുന്ന സർക്യൂട്ട് നമ്മൾ പറഞ്ഞു 32 ആംസിൻ്റെ ഡി പി സ്വിച്ച് കൊടുത്തു. പിന്നെ 2.5ൻ്റെ വയറുകളാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് അതിനേക്കാൾ മുകളിലേക്ക് ഇടാണെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും അതിനെ താഴെ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സബ്മേഴ്സിബിളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ 2.5 വയറെങ്കിലും മിനിമം നമ്മൾ കൊടുക്കേണ്ടത് നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് സിങ്കിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ഡി പി സ്വിച്ച് കാര്യങ്ങളും. അവിടെ തന്നെ ഒരു പ്ലഗിൻ്റെ ഒരു സോക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെപ്പറേറ്റ് സർക്യൂട്ടാണ് നമ്മൾ വലിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ, ആ ഡി പി സ്വിച്ചിൻ്റെ സെപ്പറേറ്റ് ഒരു ഇൻഡിക്കേറ്റർ കൂടിയുണ്ട്. അത് ആ ഇൻഡിക്കേറ്ററും കൂടി കൊടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി, സിങ്കിൻ്റെ സൈഡിലേക്ക് മാറ്റി ഡി പി സ്വിച്ച് വെച്ച് മോട്ടർ കൊടുത്ത് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മോട്ടറിൻ്റെ സ്വിച്ച് എവിടെ കൊടുക്കണമെന്നും എങ്ങനെയാണ് സർക്യൂട്ട് കാര്യങ്ങൾ വലിച്ച് ക്ലിയർ ചെയ്ത് സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യകതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.